ഹലോ ഓൾ, നമ്മളിന്ന് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്നുള്ള സബ്ജക്റ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻ ആൻഡ് ഇൻസ്ട്രക്ഷൻ സീക്വൻസിങ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സിലബസിൽ ഓൾറെഡി നമ്മൾ മെമ്മറി ലൊക്കേഷൻ ആൻഡ് അഡ്രസ് എന്നുള്ള ടോപ്പിക്ക് കവർ ചെയ്തിരുന്നു. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഇൻസ്ട്രക്ഷൻ ആൻഡ് ഇൻസ്ട്രക്ഷൻ സീക്വൻസിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊത്തം സിലബസിൽ പറഞ്ഞിരിക്കുന്നത് 1 hour ആണ്. പക്ഷേ ഇത് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻ സീക്വൻസിങ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻസ്ട്രക്ഷൻസ്, എങ്ങനെയൊക്കെ ഇൻസ്ട്രക്ഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഓക്കെ, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസിൻ്റെ നൊട്ടേഷൻ എങ്ങനെയൊക്കെ മാർക്ക് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ഒരു ബേസിക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പ്രോഗ്രാം ഈ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് വെച്ച് എങ്ങനെ എഴുതാം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കണ്ടൻസ് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒരു ഇൻസ്ട്രക്ഷൻസിൻ്റെ ബേസിൽ ഏതൊക്കെ നൊട്ടേഷൻസ് പോസിബിൾ ആണ്. സോ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ജനറൽ ഫോർമാറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ബേസിക് പ്രോഗ്രാമിംഗ് എക്സാമ്പിൾസ്, ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ, ബ്രാഞ്ചിങ്, ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു തിയററ്റിക്കൽ വീഡിയോ ആയിട്ട് കാണണ്ട. ചിലപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ബേസിൽ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് എഴുതാൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ സിലബസ് കവർ ചെയ്ത് പോകുന്നതെന്നേ ഉള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ സമയത്ത് ഇതിൻ്റെ കൂടുതൽ പ്രോഗ്രാംസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ബേസിക്കലി പറയാൻ പറ്റും? നമുക്ക് ഒരുപാട് ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ഇൻസ്ട്രക്ഷനാണ് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ. എന്തായിരിക്കും ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ? ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 രജിസ്റ്റേഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു രജിസ്റ്ററിൽ നിന്ന് ഒരു രജിസ്റ്ററിലേക്ക് ഒരു ഡാറ്റയെ എനിക്ക് കോപ്പി ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡാറ്റയെ മൂവ് ചെയ്യണം, ഒരു ഡാറ്റയെ എനിക്ക് എക്സ്ചേഞ്ച് ചെയ്യണം. ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഡാറ്റ ട്രാൻസ്ഫർ. ഒരു ലൊക്കേഷനിലെ ഡാറ്റയെ വേറൊരു ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മെക്കാനിസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ. രണ്ടാമത് പോസിബിൾ ആവുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണ്? അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ആണ്. വാട്ട് ഈസ് മീൻ ബൈ അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻ? ഇപ്പോൾ നമ്മൾ 2 നമ്പറിനെ ആഡ് ചെയ്യാണ്, സബ്ട്രാക്ട് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇപ്പോൾ 2 രജിസ്റ്റർ ലൊക്കേഷനിലെ വാല്യൂസിനെ നമ്മൾ ആഡ് ചെയ്യാണ് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാണ്. ഇതുപോലത്തെ ഇൻസ്ട്രക്ഷനൊക്കെ പെർഫോം ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അരിത്മെറ്റിക് ഓപ്പറേഷൻസ് യൂസ് ചെയ്യാം. മൂന്നാമത് പോസിബിൾ ആവുന്ന ഇൻസ്ട്രക്ഷൻ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ ആണ്. എന്താണ് ലോജിക്കൽ? നമ്മൾ ലോജിക് സിസ്റ്റം ഡിസൈൻ പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു രജിസ്റ്ററിൽ R1 എന്നുള്ള രജിസ്റ്ററിൽ ഒരു വാല്യൂം R2 എന്നുള്ള രജിസ്റ്ററിൽ ഒരു വാല്യൂം സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 2 രജിസ്റ്റർ തമ്മിൽ നമുക്ക് എക്സോർ ചെയ്യണം, നോട്ട് ചെയ്യണം, ഓർ ചെയ്യണം, ആൻഡ് ചെയ്യണം. ഇങ്ങനത്തെ ഡിജിറ്റൽ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ലോജിക്കൽ ഇൻസ്ട്രക്ഷനാണ്. അതുപോലെ തന്നെ ഒരു ഡാറ്റയെ റൊട്ടേറ്റ് ചെയ്യണം, റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം, ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ എന്തിലാണ് പെർഫോം ചെയ്യുക? ലോജിക്കൽ ഇൻസ്ട്രക്ഷനിലാണ് പെർഫോം ചെയ്യുക. ഇനി ഒരു ടൈപ്പ് ഇൻസ്ട്രക്ഷനും കൂടി പോസിബിളാണ്, ദാറ്റ് ഈസ് കോൾഡ് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ നമ്മളൊരു ലൂപ്പ് എടുക്കുകയാണെങ്കിൽ ആ ലൂപ്പ് റിലേറ്റ് ചെയ്തിരിക്കുന്ന, ഇപ്പോൾ ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ്, ജംപ് ഇഫ് നോ ക്യാരി, ക്യാരി ഇല്ലെങ്കിൽ ജമ്പ് ചെയ്യണം, ക്യാരി ഉണ്ടെങ്കിൽ ജമ്പ് ചെയ്യണം. ഇതുപോലത്തെ കുറച്ച് കോമൺ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ കോമൺലി ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഇന്നത്തെ വീഡിയോയിൽ വാട്ട് ഈസ് മീൻ ബൈ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് നൊട്ടേഷൻസ് പോസിബിൾ ഇൻ എ ഡാറ്റ ട്രാൻസ്ഫർ. ഒരു ഡാറ്റ ട്രാൻസ്ഫർ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഏതൊക്കെ നൊട്ടേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം? 2 നൊട്ടേഷൻസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഈ ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 2 ടൈപ്പ് നൊട്ടേഷൻസിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് രജിസ്റ്റർ ട്രാൻസ്ഫർ നൊട്ടേഷൻ, സെക്കൻഡ് വണ്ണാണ് അസംബ്ലി ലാംഗ്വേജ് നൊട്ടേഷൻ. ഇത് രണ്ടും എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ സ്കീം എന്ന് പറയുന്നത് രജിസ്റ്റർ ട്രാൻസ്ഫർ നൊട്ടേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദ ട്രാൻസ്ഫർ ഇൻഫർമേഷൻ ഫ്രം one location in the computer to another possible locations that may be involved in such a transfers are memory location, processor register, or register in the input-output subsystem. Most of the time we identify such location symbolically with convenient names. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു ഡാറ്റ ട്രാൻസ്ഫർ നടത്തുകയാണ്, അല്ലെങ്കിൽ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ നമ്മൾ പെർഫോം ചെയ്യുകയാണ്. അതിൽ ഏതൊക്കെ നൊട്ടേഷൻസ് ആണ് ഒരു രജിസ്റ്ററായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ലൊക്കേഷൻസിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഏതൊക്കെ ലൊക്കേഷൻസ്, ഈ ലൊക്കേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന കീവേഡ്സ് ഏതൊക്കെയാണ് എന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. സോ 3 രീതിയിലുള്ള കീവേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന് LOC, ലോക്കൽ ഒറിജിൻ ഓഫ് ട്രാൻസ്ഫർ. സെക്കൻഡ് വൺ ഈസ് ROC, റെസ്പോൺസ് ഓറിയൻറ്റഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. തേർഡ് വൺ ഈസ് RET, റെസ്പോൺസ് ഓറിയൻറ്റഡ് ഒബ്ജക്റ്റ്. ഫോർത്ത് വൺ ഈസ് RTO, റീഡ് ഓൺലി. അപ്പോൾ
LOC എന്നുള്ളൊരു കീവേഡ് യൂസ് ചെയ്യാം ലൊക്കേഷന്. പ്ലേസ് എന്നുള്ളൊരു കീവേഡ് യൂസ് ചെയ്യാം. എ എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്ററാണ്. ഈ 3 കീവേഡ്സും എനിക്ക് എന്ത് ചെയ്യാം, ലൊക്കേഷൻസിൻ്റെ സ്ഥാനത്ത് യൂസ് ചെയ്യാം. പ്രോസസ്സർ രജിസ്റ്റേഴ്സാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ടിപ്പിക്കൽ ലൊക്കേഷൻസ് പറഞ്ഞു, ഏതൊക്കെ രജിസ്റ്ററിലേക്ക് നമുക്ക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാം. അതിൻ്റെ ബേസിൽ നമുക്ക് 6 രജിസ്റ്റേഴ്സ് ടിപ്പിക്കലി യൂസ് ചെയ്യാം. R0, R1, R2, R3, R4 ആൻഡ് R5. ഇൻപുട്ട് ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് നമുക്ക് ഏതൊക്കെ ഡിനോഷൻസ് യൂസ് ചെയ്യാമെന്ന് വയ്ക്കുകയാണെങ്കിൽ ഡാറ്റ ഇൻപുട്ട്, ഡാറ്റ ഇൻ എന്നുള്ള കീവേഡും ഔട്ട് സ്റ്റാറ്റസ് എന്നുള്ള കീവേഡും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വെദർ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇൻപുട്ട് ഡാറ്റയാണോ ഔട്ട്പുട്ട് ഡാറ്റയാണോ എന്നതിൻ്റെ ബേസിലാണ് ഡാറ്റ ഇന്നും ഔട്ട് സ്റ്റാറ്റസും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ട്രാൻസ്ഫർ നൊട്ടേഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ജനറൽ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കോമൺ എക്സാമ്പിൾസാണ് ഈ രജിസ്റ്റർ ട്രാൻസ്ഫർ നൊട്ടേഷൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ടു ഡിസ്ക്രൈബ് ദി ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ദ കണ്ടൻറ്റ് ഓഫ് എനി ലൊക്കേഷൻസ് ആർ ഡിനോട്ടഡ് ബൈ പ്ലേസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് അറൗണ്ട് ഇറ്റ്സ് നെയിം. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കുക, ലൊക്കേഷൻ്റെ സ്ഥാനത്ത് ഞാൻ LOC എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. LOC എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, സ്ക്വയർ ബ്രാക്കറ്റിലാണ്. ദാറ്റ് ഈസ് 10⁻². നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഏതൊക്കെ കീവേഡ്സ് ആണ്, ആക്ച്വലി ഈ ലൊക്കേഷൻസ് എന്നുള്ള കീവേഡിൽ നമ്മൾ ഏത് കീവേഡ് യൂസ് ചെയ്തു, LOC. രജിസ്റ്ററിൻ്റെ കീവേഡിൽ നമ്മൾ എന്ത് യൂസ് ചെയ്തു, രജിസ്റ്ററിൻ്റെ കീവേഡിൽ നമ്മൾ R2 എന്നുള്ള രജിസ്റ്റർ യൂസ് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്, ലൊക്കേഷൻ സ്ക്വയർ ബ്രാക്കറ്റ് 10⁻² എന്ന് പറഞ്ഞാൽ ദ എക്സ്പ്രഷൻ ഇൻ ദി കണ്ടൻറ്റ് ഓഫ് മെമ്മറി ലൊക്കേഷൻ LOC ആർ ട്രാൻസ്ഫേർഡ് ഇൻ ടു പ്രൊസസ്സർ രജിസ്റ്റർ R2. ഇതാണല്ലോ എൻ്റെ മീനിങ്. ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ നമ്മുടെ LOC, നമ്മുടെ ലൊക്കേഷനിൽ നമ്മൾ കറൻ്റ്ലി സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ AE എന്നുള്ള ഹെക്സാഡെസിമൽ വാല്യൂ ആണ് സപ്പോസ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ഒരു ഇൻസ്ട്രക്ഷന് ശേഷം ഈ AE എന്നുള്ള ഹെക്സാഡെസിമൽ വാല്യൂ ആക്ച്വലി എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, AE എന്നുള്ള ഹെക്സാഡെസിമൽ വാല്യൂ നമ്മൾ ബേസിക്കലി R2 എന്നുള്ള രജിസ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുക. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ലൊക്കേഷനും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എങ്ങോട്ടാണോ നമ്മൾ ഡെസ്റ്റിനേഷനുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സോഴ്സ് ആയ ലൊക്കേഷനിൽ നിന്ന് ഇൻഫർമേഷൻ ഡെസ്റ്റിനേഷനായ R2ലേക്ക് ട്രാൻസ്ഫർ ആവും. ഇതാണ് ആക്ച്വലി ഫസ്റ്റ് എക്സാമ്പിളിൻ്റെ മീനിങ്. ഇനി നിങ്ങൾ സെക്കൻഡ് എക്സാമ്പിൾ നോക്കുക. കൺസിഡർ ദി ഓപ്പറേഷൻ that add the content of register R2 and R3 and places their sum into register R4. This action is indicated as. അപ്പോൾ നമ്മൾ 3 രജിസ്റ്റേഴ്സ് ഇവിടെ ജനറലി യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് R2 ആണ്, ഒന്ന് R3 ആണ്, ഒന്ന് R4 ആണ് അല്ലേ. അപ്പോൾ എന്താണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ സ്ക്വയർ ബ്രാക്കറ്റ് R2 പ്ലസ് സ്ക്വയർ ബ്രാക്കറ്റ് R3 ദാറ്റ് ഈസ് 10⁻4 ഇതല്ല പറയുന്നത്. അതായത് R2 എന്നുള്ള രജിസ്റ്ററിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ, R3 എന്നുള്ള രജിസ്റ്ററിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ജനറലി നമ്മൾ R4 എന്നുള്ള ലൊക്കേഷനിലേക്ക്, R4 എന്നുള്ള രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ R2 എന്നുള്ള ലൊക്കേഷനിൽ ഞാൻ സപ്പോസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 9C R3 എന്നുള്ള ലൊക്കേഷനിൽ ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 3A ആണെങ്കിൽ ഇതെന്ത് ചെയ്യും, ഇത് രണ്ടും ആഡ് ചെയ്യും. ആഡ് ചെയ്ത് എന്താ വരിക, C+A അല്ലേ. C+A എന്ന് പറഞ്ഞാൽ 22 ആണ്. 1 × 16 + 6 വരും, വിത്ത് റിമൈൻഡർ 1 13 വരും അല്ലേ. 13 പറഞ്ഞാൽ D. അപ്പോൾ ആക്ച്വലി D6 ആണ്. ഇത് രണ്ടും ആഡ് ചെയ്ത് എനിക്ക് കിട്ടുന്ന റിസൾട്ട് D6 ആണ്. D6 എന്നുള്ള കണ്ടൻറ്റ് ആക്ച്വലി R4ലേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പോൾ എക്സാക്ട്ലി എന്താ സംഭവിച്ചത്, നമ്മൾ 2 രജിസ്റ്റർ ലൊക്കേഷൻസ് കൊടുത്തു. ഈ 2 രജിസ്റ്റർ ലൊക്കേഷനെ നമ്മൾ സ്പെസിഫിക്കലി ആഡ് ചെയ്തു. ആഡ് ചെയ്ത റിസൾട്ടിനെ നമ്മൾ R4 എന്നുള്ള രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. ഇതാണ് ആക്ച്വലി ഇവിടെ സംഭവിച്ചത്. ഈ 2 എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും എന്താണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ ദിസ് ടൈപ്പ് ഓഫ് നൊട്ടേഷൻ ഈസ് നോൺ ആസ് രജിസ്റ്റർ ട്രാൻസ്ഫർ നൊട്ടേഷൻ. The right hand side of the register transfer expression always denotes a value and the left hand side is the name of location where the value to be placed, overwriting the old content of that location. അപ്പോൾ സപ്പോസ് നമ്മൾ പറയുന്നത് വളരെ സിമ്പിളാണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂ കൊടുത്തു, അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ്റെ വാല്യൂ കൊടുത്തു. ആ ലൊക്കേഷൻ്റെ വാല്യൂ നമ്മൾ
ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്തു. അപ്പോൾ ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിൽ കറൻറ്റ്ലി ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ ശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന പുതിയ വാല്യൂ ആയിരിക്കും ആക്ച്വലി എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക, ഇൻസ്ട്രക്ഷനിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഈ 2 എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് രജിസ്റ്റർ ട്രാൻസ്ഫർ ലൊക്കേഷനെ കുറിച്ച് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള നൊട്ടേഷൻ എന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജ് നൊട്ടേഷൻസ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഓൾറെഡി കഴിഞ്ഞ സ്ലൈഡിൽ രജിസ്റ്റർ ട്രാൻസ്ഫർ നൊട്ടേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അസംബ്ലി ലാംഗ്വേജ് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫർ മെക്കാനിസത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാവുന്ന സെക്കൻഡ് മെത്തേഡാണ്. സോ അനദർ ടൈപ്പ് ഓഫ് നൊട്ടേഷൻ ടു റെപ്രസെൻറ്റ് മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ ദിസ് വി യൂസ് അസംബ്ലി ലാംഗ്വേജ്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജ് ആണ് നമ്മളിവിടെ എംപ്ലോയ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് 2 എക്സാമ്പിൾ നമുക്ക് നോക്കാം. 2 സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ ശ്രദ്ധിക്കുക, ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ലോഡ് R2, ലൊക്കേഷൻ, ലോഡ് R2, ലൊക്കേഷൻ. ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ നോക്കുക, ആഡ് R4, R2, R3. ഓക്കെ, അപ്പോൾ ഈ 2 അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് ഈ ലോഡ് R2, ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് എ ജനറിക് ഇൻസ്ട്രക്ഷൻ ദാറ്റ് causes the transfer of described above from memory location LOC to processor register R2 is specified by the statement. The content of LOC are unchanged by the execution of instruction, but the old content of register R2 are overwritten. The name load is inappropriate for this instruction. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഈ ലോഡ് R2, ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ജനറലി നമ്മൾ ഈ ഒരു ലോഡ് ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യുമ്പോൾ ലോഡിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും മെൻഷൻ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെസ്റ്റിനേഷനും സെക്കൻഡ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് സോഴ്സുമാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എങ്ങനെയാണ് വന്നതെന്ന്. അപ്പോൾ നമ്മളൊരു ലോഡ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ആദ്യം ഡെസ്റ്റിനേഷൻ പിന്നെന്താ സോഴ്സ്. അപ്പോൾ ഈ ഒരു ലോഡ് R2, ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലോഡ് R2, ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സോഴ്സായ ലൊക്കേഷനിൽ നമ്മൾ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അത് R2ലേക്ക് ലോഡ് ചെയ്യും, അല്ലേ? അതല്ല എൻ്റെ മീനിങ്. R2ലേക്ക് ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമ്മളിപ്പോൾ നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് AE എന്നുള്ള ഹെക്സാഡെസിമൽ ആണെങ്കിൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ ശേഷം AE എന്നുള്ള ഹെക്സാഡെസിമൽ വാല്യൂ R2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആക്ച്വലി ഇവിടെ ഡാറ്റ ട്രാൻസ്ഫറിങ് ആണ് നടക്കുന്നത്. ഈ ഒരു ഓപ്പറേഷന് ശേഷം നമ്മുടെ കറണ്ട് ലൊക്കേഷനിലെ വാല്യൂവും R2ലെ വാല്യൂവും എന്തായിട്ട് മാറും, AEH ആയിട്ട് മാറും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ലോഡ് R2, ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ R2 എന്നുള്ളത് ഡെസ്റ്റിനേഷനായിട്ടും ലൊക്കേഷൻ എന്ന് പറയുന്നത് സോഴ്സായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ സോഴ്സിൽ നമ്മൾ എന്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നോ ആ വാല്യൂ R2ലേക്ക് ലോഡാവും, R2ലേക്ക് ട്രാൻസ്ഫർ ആവും. ഇതാണ് ആക്ച്വലി സംഭവിക്കുക. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഇൻസ്ട്രക്ഷൻ നമ്മൾ അസംബ്ലി ലാംഗ്വേജ് നൊട്ടേഷൻസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇംഗ്ലീഷ് ലെറ്റേഴ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ലോഡ്, സ്റ്റോർ, ആഡ് ഇതുപോലത്തെ ഇൻസ്ട്രക്ഷനാണ് നമ്മൾ അസംബ്ലി ലാംഗ്വേജ് നൊട്ടേഷൻസിൽ യൂസ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും ഓരോ ഇൻസ്ട്രക്ഷനും. രണ്ടാമത്തെ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. രണ്ടാമത്തെ എക്സാമ്പിൾ ഞാൻ സ്പെസിഫിക്കലി പറഞ്ഞു ആഡ് R4, R2, R3. എന്താണെന്ന് നോക്കാം. ദ സെക്കൻഡ് എക്സാമ്പിൾ of adding 2 numbers contained in processor register R2 and R3, placing their sum in R4 can be specified by assembly language statement. In this case, register R2 and R3 hold the source operand while R4 is the destination. അപ്പോൾ ഈ കേസിൽ എങ്ങനെയാണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഈ ആഡിൻ്റെ കേസിലൂടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ആഡ് എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആക്ച്വലി ഡെസ്റ്റിനേഷൻ സോഴ്സാണ് വരിക. അപ്പോൾ ഈ ഫസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്ന ഡെസ്റ്റിനേഷനായിട്ട് റീഡ് ചെയ്യും R4, R2 എന്നുള്ളത് R3 എന്നുള്ളതും സോഴ്സായിട്ട് റീഡ് ചെയ്യും. അപ്പോൾ ആക്ച്വലി എന്താ ഇവിടെ സംഭവിക്കുക നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ ഒരു ഇൻസ്ട്രക്ഷൻ ശേഷം R2ലെ കണ്ടൻറ്റും R3ലെ കണ്ടൻറ്റും R4ലെ കണ്ടൻറ്റും അല്ലെങ്കിൽ R2ലെ കണ്ടൻറ്റും R3ലെ കണ്ടൻറ്റും ആഡായിട്ട് അതെങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, R4ലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ എന്താണ് ആക്ച്വലി ഇവിടെ പറയുന്നുണ്ട് അല്ലേ? നമുക്കതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. ദ സെക്കൻഡ് എക്സാമ്പിൾ ഓഫ് ആഡിങ് 2 numbers contained in processor register R2 and R3 and placing their sum in R4 can be specified by the assembly language statement. In this case, register R2 and R3 hold the source operand while R4 is the destination. അപ്പോൾ എന്താ സംഭവിക്കുക, R2ലെ കണ്ടൻറ്റും R3ലെ കണ്ടൻറ്റും കൂടി ആഡായിട്ട് ആ റിസൾട്ട് നമ്മൾ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും, R4ലേക്ക് സ്റ്റോർ ചെയ്യും. ഇതാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 കേസസ് മനസ്സിലായല്ലോ. ലോഡ് ഓപ്പറേഷനും ആഡ് ഓപ്പറേഷനും 2 അസംബ്ലി ലാംഗ്വേജ് നൊട്ടേഷൻസിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ഇൻ എബോ എക്സാമ്പിൾസ് വി യൂസ്ഡ് ദി ഇംഗ്ലീഷ് വേർഡ് ലോഡ് ആൻഡ് ആഡ് to denote the required operation.
സോ അസംബ്ലി ലാംഗ്വേജ് നൊട്ടേഷൻസ് ആർ ഓൾവേസ് പ്രിഫറബിൾ. അപ്പോൾ കുറച്ചും കൂടി ഈസി, നമ്മൾ നേരത്തെ പറഞ്ഞതിനേക്കാളും ഈസി എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഒരു അസംബ്ലി ലാംഗ്വേജ് നൊട്ടേഷൻസ് ആണ്. അസംബ്ലി ലാംഗ്വേജ് നൊട്ടേഷൻസ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും എങ്ങനെയാണെന്ന്. അപ്പോൾ ലോഡിൻ്റെയും ആഡിൻ്റെയും എക്സാമ്പിൾ ഞാൻ പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി നമുക്ക് അസംബ്ലി ലാംഗ്വേജ് നൊട്ടേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ 3 എക്സാമ്പിളുകളാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. എന്താണ് ലോഡ് ഓപ്പറേഷൻ, എന്താണ് ആഡ് ഓപ്പറേഷൻ, എന്താണ് സ്റ്റോർ ഓപ്പറേഷൻ, ഇത് 3 നമുക്ക് പറയാം. ഓക്കെ, സോ ആസ് all the start of execution of a program, all the instructions and data used in the program are stored in memory of computer. The processor register do not contain valid operand at that time. If operands are expected to be processor register before they can be used an instruction, then it is necessary to first bring these operand into registers. This task is done by load instruction, which copy the content of a memory location into processor register. The memory location can be specified in several ways. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു അഡീഷൻ ഓപ്പറേഷൻ എങ്ങനെ നമുക്കൊരു ബേസിക് പ്രോഗ്രാമായിട്ട് എഴുതാമെന്നാണ് ഞാൻ ഈ ഒരു എക്സാമ്പിളിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, നമ്മൾ പ്രോഗ്രാമിന് വേണ്ടി യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് 3 കാര്യങ്ങളാണ്. ഒന്ന് ലോഡ് ഇൻസ്ട്രക്ഷൻ, നമുക്കിതിൻ്റെ ഫോർമാറ്റ് ഓൾറെഡി അറിയാം. ലോഡ് ഇൻസ്ട്രക്ഷൻ എന്താണ്? ഡെസ്റ്റിനേഷൻ കോമ സോഴ്സ്. രണ്ടാമത് യൂസ് ചെയ്യുന്ന സ്റ്റോർ ഇൻസ്ട്രക്ഷൻ, ഇതിൻ്റെ ഫോർമാറ്റ് നേരെ തിരിച്ചാണ്. സോഴ്സ് കോമ ഡെസ്റ്റിനേഷനാണ്. അതായത് ഇവിടെ ഇത് സോഴ്സും ഇത് ഡെസ്റ്റിനേഷനുമായിട്ട് റീഡ് ചെയ്യാം. ഈ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ ലോഡും സ്റ്റോറും തമ്മിൽ. സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കാണ് എപ്പോഴും ഡാറ്റ ട്രാൻസ്ഫർ നടക്കുക, സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പോൾ രണ്ടിൻ്റെയും കേസസ് ഡിഫറൻ്റ് ആണ് അല്ലേ, ലോഡും സ്റ്റോറും. സ്റ്റോറിൽ ആദ്യം സോഴ്സ് വരും, ലോഡിൽ ആദ്യം ഡെസ്റ്റിനേഷൻ വരും. ഇനി നമുക്ക് പറയാനുള്ളത് ആഡ് ഇൻസ്ട്രക്ഷനാണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ആഡ് ഡെസ്റ്റിനേഷൻ കോമ സോഴ്സ് 1 കോമ സോഴ്സ് 2. അപ്പോൾ ഈ 3 ഫോർമാറ്റ് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ബേസിക് പ്രോഗ്രാം എഴുതുകയാണ്. ഞാൻ എഴുതുന്ന ബേസിക് പ്രോഗ്രാം എന്ന് പറയുന്നത് C = A+B. അതായത് A എന്നുള്ളൊരു വാല്യൂം B എന്നുള്ള വാല്യൂം എയിലുള്ള വാല്യൂം ബിയിലുള്ള വാല്യൂം കൂടിയും ആഡ് ചെയ്തിട്ട് അത് Cയിൽ ഞാൻ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ എന്താണ്? ലെറ്റ് us now consider a typical arithmetic operation. The operation of adding 2 numbers is a fundamental capability in any computer. The statement in a high-level language program instruct the computer to add the current values of 2 variables called A and B and assign the sum to third variable C. അപ്പോൾ നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ C = A+B. എയിലുള്ള കണ്ടൻറ്റും ബിയിലുള്ള കണ്ടൻറ്റും കൂടി ആഡ് ആയിട്ട് അത് സിയിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് പ്രോഗ്രാമാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? ലോഡ് യൂസ് ചെയ്യണം, സ്റ്റോർ യൂസ് ചെയ്യണം, ആഡ് യൂസ് ചെയ്യണം അല്ലേ. So the required action can be accomplished by a sequence of simple machine instructions. We can choose to use the register R2, R3 and R4 to perform the task with 4 instruction. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ C = A+B എന്നുള്ള ഇൻസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഞാൻ 3 രജിസ്റ്ററിൻ്റെ ഹെൽപ്പോടാണ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ പറയുന്നതെന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് പാർട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഞാനത് എഴുതുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണേ. ആദ്യം ഞാൻ എഴുതുന്ന ഇൻസ്ട്രക്ഷൻ, അപ്പോൾ ഞാനിവിടെ എൻ്റെ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് R2, R3, R4 എന്നുള്ള 3 രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ലോഡ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാണ്. ലോഡ് R2, A, അതുപോലെ ലോഡ് R3, B, add R4, R2, R3. Same way store R4, C. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താ? എയും ബിയും ആഡ് ചെയ്തിട്ട് ആ റിസൾട്ടിനെ സിയിലേക്ക് മൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫർ ചെയ്യാൻ ഞാൻ 3 ടെമ്പററി രജിസ്റ്റേഴ്സ് യൂസ് ചെയ്തു, R2, R3, R4. അപ്പോൾ ഈ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് എന്തായിരിക്കും? ലോഡ് R2, A എന്ന് പറഞ്ഞാൽ എന്താ? R2 എന്നുള്ളത് ഡെസ്റ്റിനേഷനും A എന്നുള്ളത് സോഴ്സും അല്ലേ. അപ്പോൾ A എന്നുള്ള രജിസ്റ്ററിൽ നമ്മൾ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അത് R2ലേക്ക് മൂവ് ചെയ്യും ഫസ്റ്റ് സ്റ്റെപ്പിൽ. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുക? ലോഡ് R3, B. ബി എന്നുള്ള രജിസ്റ്ററിൽ നമ്മൾ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അത് R3യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദിസ് ഇസ് സ്റ്റെപ്പ് നമ്പർ 2. തേർഡ് സ്റ്റെപ്പിലോ ആഡ് R4, R2, R3. ഇതിൽ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ R4 എന്നുള്ളത് ഡെസ്റ്റിനേഷനും R2, R3 എന്നുള്ളത് സോഴ്സുമായിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നമ്മൾ എയിലും ബിയിലും കണ്ടൻറ്റ് R2ലേക്കും R3ലേക്കും മൂവ് ചെയ്തു. ഈ മൂവ് ചെയ്ത 2 കണ്ടൻറ്റ് R2ഉം R3ഉം എക്സാക്ട്ലി ആഡ് ചെയ്യും.
ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് നമ്മൾ ആക്ച്വലി എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യിക്കുന്നത്, R4ലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ R4ലാണ് നമ്മളെ ഫൈനൽ റിസൾട്ട് ഉള്ളത്. നമ്മളെ ഫൈനൽ റിസൾട്ട് വരേണ്ടത് ഏതിലാണ്, സിയിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ യൂസ് ചെയ്യാം, സ്റ്റോർ. നിങ്ങൾ നോക്ക്, സ്റ്റോറിൻ്റെ പ്രത്യേകത ലോഡ് പോലെയല്ല, സോഴ്സ് കോമ ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത് R4 ആണ്. R4 എന്നുള്ള സോഴ്സ് നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്തു അല്ലേ. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഏതാ, സി അല്ലേ. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ സി അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, R4 ആയ സോഴ്സിലെ വാല്യൂ നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്തു, സിയിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഈ പ്രോസസ്സിൽ നമ്മൾ എന്തൊക്കെ പ്രോസസ്സുകളാണ് ചെയ്തതെന്ന് നോക്ക്. ആദ്യം നമ്മളെ ഫസ്റ്റ് രജിസ്റ്ററായ അക്യുമുലേറ്ററിനെ R2ലേക്ക് ടെമ്പററി കോപ്പി ചെയ്തു. ബിനെ നമ്മൾ ടെമ്പററി ആയിട്ട് R3ലേക്ക് കോപ്പി ചെയ്തു. ആഡ് R4, R2, R3 എന്ന് പറഞ്ഞപ്പോൾ R2ൽ നമ്മൾ കോപ്പി ചെയ്ത ഡാറ്റയും R3ൽ നമ്മൾ കോപ്പി ചെയ്ത ഡാറ്റയും കൂടി നമ്മൾ R4ലേക്ക് ആഡ് ചെയ്തു. ആഡ് ചെയ്ത റിസൾട്ട് R4ലാണുള്ളത്. R4ന് നമ്മൾ ഫൈനലി സ്റ്റോർ ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് സി എന്നുള്ള ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചു. അപ്പോൾ ഇതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. C = A+B എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എംപ്ലോയ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് എക്സ്പ്രഷൻസ് നമുക്ക് എഴുതാനുണ്ട്. ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കേസ് ഞാനിപ്പോൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ആൻഡ് സ്ട്രെയിറ്റ് ലൈൻ സീക്വൻസിങ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഈ ഒരു പ്രോഗ്രാം നമ്മൾ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണ്, അതാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ആൻഡ് സ്ട്രെയിറ്റ് ലൈൻ സീക്വൻസിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മളിപ്പോൾ ചെയ്ത പ്രീവിയസ് പ്രോഗ്രാം എങ്ങനെയാണ് ആക്ച്വലി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി എന്തൊക്കെ പ്രോസസ്സുകൾ നടക്കും എന്നാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കാം, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിളിൽ ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ എങ്ങനെ നമ്മൾ പെർഫോം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഞാനിവിടെ റൈറ്റ് സൈഡിൽ അതിൻ്റെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്ന ഓപ്പറേഷൻ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ ഓപ്പറേഷനാണ്. ലോഡ് R2, A, ലോഡ് R3, B, ആഡ് R4, R2, R3, സ്റ്റോർ R4, C അല്ലേ. ഇതല്ല ആക്ച്വലി നമ്മൾ നേരത്തെ എഴുതിയ പ്രോഗ്രാം ഇത് തന്നെയാണല്ലോ അല്ലേ. യെസ്, അപ്പോൾ ഇത് ആക്ച്വലി എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ഇവിടെ അഡ്രസ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. I+4, I+8 ആൻഡ് I+12. ഇതെന്താണെന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ 4 ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാം സെഗ്മെൻ്റാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. സോ ദ ഫിഗർ ഷോസ് ദ പോസിബിൾ പ്രോഗ്രാം സെഗ്മെൻറ്റ് ഫോർ ദിസ് ടാസ്ക് ആസ് ഇറ്റ് അപ്പിയേഴ്സ് ഇൻ ദി മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ. വി അസ്യൂം ദാറ്റ് ദ വേർഡ് ലെങ്ത് ഈസ് 32 bit ആൻഡ് ദ മെമ്മറി ഈസ് ബൈറ്റ് അഡ്രസ്സബിൾ. ദ 4 ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി പ്രോഗ്രാം ആർ സക്സസീവ് വേർഡ് ലൊക്കേഷൻ. ഓരോ വേർഡ് ലൊക്കേഷനിലും നമുക്ക് പ്രോഗ്രാം ഉണ്ട്. സോ സ്റ്റാർട്ടിങ് അറ്റ് ലൊക്കേഷൻ I, since each instruction is 4 byte long, the second, third and fourth instructions are at I+4, I+8 and I+12. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത് എന്താണ് ആക്ച്വലി, ഈ ഓരോ സ്റ്റെപ്പും ഞാൻ 1 by 1 ആയിട്ട് അഡ്രസ് ലൊക്കേഷനിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഓരോന്നിൻ്റെയും ബിറ്റ് മൊത്തം ലെങ്ത്ത് 4 bit ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അല്ലേ, 4 byte ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മളെപ്പോഴും അഡ്രസ്സുകൾ എഴുതുമ്പോൾ നോർമലി എങ്ങനെ അഡ്രസ്സ് വരിക, ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 ഇതാണ് ഓർഡർ. അപ്പോൾ ഓരോന്നിനും 4 bit ലെങ്ത് ആണെങ്കിൽ ആദ്യത്തെ 1 ആണെങ്കിൽ രണ്ടാമത്തെ 5, മൂന്നാമത്തെ 9, ആ രീതിയിൽ നമ്മൾ എഴുതും. അപ്പോൾ ഫസ്റ്റ് ഓരോന്നും 4 byte ലോങ് എന്നുള്ളൊരു കൺസിഡറേഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. ഫസ്റ്റ് അഡ്രസ്സ് I, നെക്സ്റ്റ് അഡ്രസ്സ് I+4, നെക്സ്റ്റ് അഡ്രസ്സ് I+8, നെക്സ്റ്റ് അഡ്രസ്സ് I+12. ഈ രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു അല്ലേ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. യെസ്, ഓക്കെ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം അഡ്രസ്സ്, ഈ 4 ലൈനിൻ്റെ അഡ്രസ്സുകൾ എങ്ങനെ മെൻഷൻ ചെയ്തു എന്ന് ആദ്യം പറഞ്ഞു. സോ ലെറ്റ് us കൺസിഡർ ഹൗ ദിസ് പ്രോഗ്രാം ഈസ് എക്സിക്യൂട്ടഡ്. ദ പ്രോസസ്സർ കണ്ടെയ്ൻ എ രജിസ്റ്റർ കോൾഡ് പ്രോഗ്രാം കൗണ്ടർ വിച്ച് ഹോൾഡ് ദി അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. To begin executing a program, the address of first instruction must be placed into PC. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രോഗ്രാം കൗണ്ടർ എന്നുള്ള രജിസ്റ്ററാണ് അതിനെ കംപ്ലീറ്റ്ലി പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കേസിൽ എന്താ സംഭവിക്കുക, ഈ ഒരു I എന്നുള്ള ഒരു ലൊക്കേഷൻ കണ്ടില്ലേ, അഡ്രസ്സ് കണ്ടില്ലേ, ഈ അഡ്രസ്സിനെ പോയിൻ്റ് ചെയ്യുന്നത് പ്രോഗ്രാം കൗണ്ടർ എന്നുള്ള രജിസ്റ്ററാണ്. പ്രോഗ്രാം കൗണ്ടർ എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു 16 bit രജിസ്റ്ററാണ് പ്രോഗ്രാം കൗണ്ടർ. ഈ പ്രോഗ്രാം കൗണ്ടറാണ് ആദ്യം അതിനെ എന്ത് ചെയ്യുന്നത്, പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. ആ പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. Then the processor control circuits use information into the PC to fetch, PC എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ, and execute instruction one at a time in the order of increasing addresses.
ദിസ് ഈസ് കോൾഡ് സ്ട്രെയിറ്റ് ലൈൻ സീക്വൻസിങ്. അപ്പോൾ നമ്മൾ ഹെഡിങ്ങിൽ തന്നെ പറഞ്ഞു സ്ട്രെയിറ്റ് ലൈൻ സീക്വൻസിങ് എന്താണ്. അപ്പോൾ ആദ്യം ഐ ആണ് എക്സിക്യൂട്ട് ചെയ്യുക, അതാദ്യം പ്രോഗ്രാം കൗണ്ടർ പോയിൻ്റ് ചെയ്യും അല്ലേ. 4 അഡ്രസ്സ് കഴിഞ്ഞ് I+4 എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞ് അടുത്ത ഇൻസ്ട്രക്ഷൻ എത്തുമ്പോഴും അതിനെ പോയിൻ്റ് ചെയ്യുന്നത് ആരാണ്? പ്രോഗ്രാം കൗണ്ടറാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇത് 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിന് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ സീക്വൻസിങ് എന്നാണ് പറയുക. ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ഓഫ് ഈച്ച് ഇൻസ്ട്രക്ഷൻ the program counter is incremented by 4 to point to the next instruction. Thus, after the store instruction at location I+12 is executed, the PC contain value I+16 which is the address of first instruction of the next program segment. അപ്പോൾ എന്താണ്, നമ്മൾ I എന്നുള്ളൊരു കേസാണ് എടുക്കുന്നതെങ്കിൽ ആദ്യം I എക്സിക്യൂട്ട് ചെയ്യുന്ന മൊമെൻറ്റിൽ തന്നെ പ്രോഗ്രാം കൗണ്ടർ I+4നെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ പോയിൻ്റ് ചെയ്യും. I+4 എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം കൗണ്ടർ I+8നെ എക്സിക്യൂട്ട് ചെയ്യും. I+8നെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം കൗണ്ടർ I+12നെ എക്സിക്യൂട്ട് ചെയ്യും. ഈ രീതിയിലാണ് പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു പ്രിൻസിപ്പിൾ. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ എക്സിക്യൂഷൻ എ ഗിവൺ ഇൻസ്ട്രക്ഷൻ ഇൻ 2 phase പ്രൊസീജിയർ, 2 ഫേസസ് നമുക്ക് പറയാം ആക്ച്വലി. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പ്രോഗ്രാം കൗണ്ടറിൻ്റെ കേസാണ് നമ്മുടെ ഫസ്റ്റ് ഫേസ്. അപ്പോൾ ഇൻ ദി ഫസ്റ്റ് ഫേസ് കോൾഡ് ഇൻസ്ട്രക്ഷൻ ഫെച്ച്, ദ ഇൻസ്ട്രക്ഷൻ ഈസ് ഫെച്ച്ഡ് ഫ്രം മെമ്മറി ലൊക്കേഷൻ ഹൂസ് അഡ്രസ് ഈസ് ഇൻ PC. ദിസ് ഇൻസ്ട്രക്ഷൻ ഈസ് പ്ലേസ്ഡ് ഇൻ ദി ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ അറ്റ് ദി പ്രോസസ്സർ. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എന്താണ്, എപ്പോഴും നമ്മൾ എടുക്കാൻ പോകുന്ന ഇപ്പോഴത്തെ കറണ്ട് അഡ്രസ്സിനെ ഫെച്ച് ചെയ്യുക എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ്. അത് നമ്മൾ ഇൻസ്ട്രക്ഷൻ ഫെച്ച് എന്നുള്ള സ്റ്റേജ് പറയും. ഇൻസ്ട്രക്ഷൻ ഫെച്ച് പ്രോഗ്രാം കൗണ്ടറാണ് ആദ്യം അതിനെ പോയിൻ്റ് ചെയ്യുക. പ്രോഗ്രാം കൗണ്ടർ പോയിൻ്റ് ചെയ്തതിനനുസരിച്ച് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ അതിനെ സ്റ്റോർ ചെയ്യും. ഈ പ്രോഗ്രാം കൗണ്ടറും ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററൊക്കെ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സെഷൻ കാണാം. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് ക്ലിയർ ആണല്ലോ. പ്രോഗ്രാം കൗണ്ടർ പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഇതിനെ ഫെച്ച് ചെയ്യുക എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്താണ്? സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അറ്റ് ദി സ്റ്റാർട്ട് ഓഫ് സെക്കൻഡ് ഫേസ് കോൾഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട്. ദ ഇൻസ്ട്രക്ഷൻ ഓഫ് IR is examined to determine which operation is to be performed. The specified operation is then performed by processor. അപ്പോൾ ആദ്യം ഫെച്ച് ചെയ്യും, ഫെച്ച് ചെയ്ത് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ആദ്യം അതിനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് ഫെച്ച് ചെയ്യും, ഫെച്ച് ചെയ്ത് തന്നെ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ സ്റ്റേജ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ്, ഇൻസ്ട്രക്ഷൻ ഡീകോഡിങ്, ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ്, ഇൻസ്ട്രക്ഷൻ ഡീകോഡിങ്, ഈ ഒരു സീക്വൻസിലാണ് എപ്പോഴും നമ്മുടെ ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആണല്ലോ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്താണ്, പ്രോഗ്രാം കൗണ്ടർ എന്താണ്, എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് മെൻഷൻ ചെയ്തതെന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇതാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്കൊരു ചെറിയ കോൺസെപ്റ്റും കൂടി പറയാനുണ്ട്, ബ്രാഞ്ചിങ്. ഇതിൻ്റെ റിയൽ കോൺസെപ്റ്റ് ഇപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുറച്ചും കൂടിയും കഴിഞ്ഞിട്ട് ഞാൻ ബ്രാഞ്ചിങ് എന്നുള്ള ടോപ്പിക് ഒന്നും കൂടി നിങ്ങൾക്ക് എടുത്തു തരാം. അപ്പോൾ ബ്രാഞ്ചിങ് എന്തിന് യൂസ് ചെയ്യുന്നു എന്ന് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ പറയുന്നത്. ബ്രാഞ്ചിങ് ശരിക്കും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക് തന്നെയാണ്. ഇപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് ഇനിയുള്ള വീഡിയോസിലൊക്കെ ബ്രാഞ്ചിങ് ഞാൻ പ്രോഗ്രാം എക്സാമ്പിൾസ് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ നിങ്ങളിപ്പോൾ ബ്രാഞ്ചിങ് എന്താണെന്ന് മാത്രം ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ കേസാണ്. നമ്മൾ കേസ് എന്താണെന്ന് നമുക്ക് പറയാം. കൺസിഡർ ദ ടാസ്ക് ഓഫ് ആഡിങ് ലിസ്റ്റ് ഓഫ് n numbers. The address of memory location containing n numbers are symbolically given as number 1, number 2 up to number m. The separate load and add instructions are used to add each number to the content of register R2. After all the numbers have been added, the result is placed in memory location sum. Instead of using a long list of load and add instruction, it is possible to implement a program loop in which the instructions are ready the next number of list and add to the current sum. To add all the numbers, the loop has to be executed as many times as there are numbers on the list. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാട് നമ്പേഴ്സിനെ n എത്രയും നമുക്കറിയില്ല, മേ ബി ഇൻഫിനിറ്റ് നമ്പേഴ്സ് ആവാം, n നമ്പേഴ്സിനെ നമ്മൾ സ്പെസിഫിക്കലി ആഡ് ചെയ്യാണ്. ഈ ആഡ് ചെയ്യുന്ന എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ സം എന്നുള്ള ഒരു കോമൺ ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, നമ്പർ 1നെ R2ലേക്ക് സ്റ്റോർ ചെയ്യും, നമ്പർ 2നെ R3ലേക്ക് സ്റ്റോർ ചെയ്യും, R2ഉം R3യും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് R4ലേക്ക് മാറ്റും അല്ലെങ്കിൽ R2ലേക്ക് മാറ്റും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്പർ 3നെ R3ലേക്ക് ലോഡ് ചെയ്യും, വീണ്ടും ആഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു സീക്വൻസ് ഇങ്ങനെ കണ്ടിന്യൂ ആണ്. നമുക്ക് n നമ്പേഴ്സ് ഉണ്ടായതുകൊണ്ട് n ടൈംസ് ഈ ലോഡ് ഇൻസ്ട്രക്ഷനും സ്റ്റോർ ഇൻസ്ട്രക്ഷനും ഒക്കെ നമ്മൾ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതാണ് ശരിക്ക് ഈ ഒരു കേസ് വരുമ്പോൾ. ഇപ്പോൾ നമുക്കൊരു ഒരു 20 നമ്പേഴ്സിനെ ഒരുമിച്ച് ആഡ് ചെയ്യണം. 20 നമ്പേഴ്സിനെ ഒരുമിച്ച് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 20 തവണ നമ്മളിപ്പോൾ എഴുതിയ ഈ ഒരു പ്രോഗ്രാം റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം അല്ലേ.
അപ്പോൾ ഒരു വലിയ അഡ്രസ് സ്പേസ് തന്നെ അതിന് വേണ്ടി വരും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ അപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് n നമ്പേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യുന്നൊരു കണ്ടീഷൻ വന്നാൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സ്കീമിൻ്റെ പേരാണ് ബ്രാഞ്ചിങ്. ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്തിനാണ് ബ്രാഞ്ചിങ് യൂസ് ചെയ്യുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് കേസ് വരുമ്പോൾ നമ്മൾ ബ്രാഞ്ചിങ് എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യും. ബ്രാഞ്ചിങ് നമ്മൾ ഫർദർ വീഡിയോ ലെക്ചറിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. സോ വി ആർ നൗ ഇൻട്രൊഡ്യൂസ് ദി ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ. This type of instruction load a new address into program counter. As a result, the processor fetch and execute the instruction at this new address called a branch target instead of the instruction at the location that follow the branch instruction in sequential address order. A conditional branch instruction causes a branch only if a specified condition is satisfied. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. ബ്രാഞ്ചിങ് എന്നുള്ളൊരു സ്കീം വഴി ഇപ്പോൾ ഒരു സ്പെസിഫിക് നമ്പർ തൊട്ട് ഒരു സ്പെസിഫിക് നമ്പർ വരെ ആഡ് ചെയ്ത് ഒരു സം എന്നുള്ള ലൊക്കേഷനിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ നമുക്കൊരു ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ബ്രാഞ്ചിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ബ്രാഞ്ചിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് പഠിച്ചു വയ്ക്കുക. ഒരു ലെങ്തി അഡീഷൻ സെഷനൊക്കെ വരികയാണെങ്കിൽ നമ്മളൊരു ചെറിയ കോഡ് യൂസ് ചെയ്തിട്ട് ബ്രാഞ്ചിങ് കോഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ മൊത്തം പ്രോഗ്രാം ഇൻസ്ട്രക്ഷനെ സിംപ്ലിഫൈ ചെയ്യും. ഈ ഒരു സ്കീമിൻ്റെ പേരാണ് ആക്ച്വലി ബ്രാഞ്ചിങ്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഫർദർ വീഡിയോ ലെക്ചേഴ്സിൽ നമുക്ക് ബ്രാഞ്ചിങ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ് തന്നെ പറയാം. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.